ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കമലേനെ ഒരു കണക്കിന് നമ്മുടെ ഗൗരി അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശേഖരനെയാണ്. ശേഖരൻ പയ്യെ ഗംഗയുടെ മുറിയിലോട്ട് ചെല്ലുവാണ് കേട്ടോ. മുറിയിലോട്ട് ചെന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി ഗംഗ, നീ ഇങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്? മനസ്സിന് സന്തോഷമൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്തൊക്കെ ഗംഗ ശങ്കറിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗരീനെ പഠിപ്പിക്കുന്നതും പണ്ട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ കേട്ടോ ശേഖരൻ പറഞ്ഞത്, നീ എൻ്റെ റീൽസൊക്കെ എടുത്ത് കാണുക, അപ്പോൾ നിനക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യം ചെയ്ത കരിങ്കാളി, ആ റീൽസ് എന്ത് ഫേമസ് ആയിരുന്നു, ബാറിലെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും തിരിച്ച് ഗംഗ ചോദിക്കുന്നുണ്ട്, ശേഖരൻ്റെ എൻ്റെ കമൻസ് ഒന്നും വായിച്ച് നോക്കാറില്ലേ എന്നൊന്നും. ആ സമയത്ത് നമ്മുടെ കമല അങ്ങോട്ട് കയറി വരുവാണ് കേട്ടോ. കമല കയറി വരുമ്പോഴത്തേക്കും ഗംഗയോട് ശേഖരൻ പറയുന്നുണ്ട്, അതേ വരുന്നുണ്ട് പ്രാന്തി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കമൽ ഒരു ഗ്ലാസ് പാലും കൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ വന്ന് വിട്ടാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശേഖരൻ ചോദിക്കുന്നുണ്ട്, ഓ നിൻ്റെ പ്രാന്തൊക്കെ മാറി, നീ പണ്ടത്തെ പോലെ അനുസരണാശീലം തുടങ്ങിയോടി കമലയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ പാല് മുഴുവൻ കുടിച്ച് കഴിഞ്ഞാൽ കമല ഗ്ലാസ് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശേഖരൻ്റെ കമലയോടുള്ള പെരുമാറ്റമൊന്നും ഗംഗയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ഗംഗയൊന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. അവസാനം പാലിൻ്റെ ഗ്ലാസ് മേടിച്ചുകൊണ്ട് ചെന്നിട്ട് ഡോറിനെ വിളിച്ചെത്തുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നോ ശേഖരേട്ടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ശേഖരൻ പറയുന്നുണ്ട്, എന്തൊട്ട് ടേസ്റ്റ് വ്യത്യാസം, പാലിന് എന്തൊട്ട് ടേസ്റ്റ് വ്യത്യാസമുള്ളത്? അപ്പോൾ പറയും, പാലിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഞാനിതിൻ്റെ അകത്ത് ഇച്ചിരി വിഷം ചേർത്തായിരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതെന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്നത് നമ്മുടെ ശേഖരൻ ആൾക്കൂടെ ടെൻഷൻ ആവുകയാണ്. പിന്നെ പുള്ളിക്ക് വെപ്രാളം കൊണ്ട് ഇപ്പം ചത്തു പോകുമെന്നുള്ള വെപ്രാളം കൊണ്ട് പുള്ളി അവിടുന്ന് കാറിക്കൊണ്ട് ഓടുവാണ് കേട്ടോ. കമല നേരെ അടുക്കളയിലോട്ട് പോവുകയും ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ മഹാദേവനും രാധാമണി തങ്കച്ചിയും വക്കീലും നമ്മുടെ മണിമുത്തശ്ശി എല്ലാം കൂടെ ഹാളിലിരുന്ന് എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു കരച്ചിൽ കേൾക്കുന്നത്, അമ്മയെ അച്ഛാന്നൊക്കെ വിളിച്ചുകൊണ്ട്. അപ്പോഴത്തേക്കും രാധാമണി തങ്കച്ചി ചോദിക്കുന്നുണ്ട്, ആരോ കരയുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും മഹാദേവൻ ചോദിക്കും, ഇവിടെ ഇപ്പോൾ ആരാണ് ഈ കരയാന്ന് പറയുമ്പോൾ നമ്മുടെ ശേഖരനും കൂടെ നെഞ്ചും തിരുമ്മിക്കൊണ്ട് വരും, നെഞ്ചും വയറൊക്കെ തിരുമ്മിക്കൊണ്ട്. എന്നിട്ട് പറയും, അമ്മയെ അച്ഛാ എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകും, ഞാനിപ്പോൾ ചത്തുപോകും, ഞാൻ വിഷം കുടിച്ചു എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ രാധാമണി തങ്കച്ചി ചോദിക്കും, എന്നോട് മോനെ നിനക്ക് കുഴപ്പം, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മയോട് പറയാൻ മേലായിരുന്നോ, അല്ലാതെ വിഷം കുടിക്കുകയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശേഖരൻ എഴുന്നേറ്റ് വന്നിട്ട് പറയും, ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് വിഷം കുടിക്കുമോ അമ്മേ, ഇത് ഞാൻ മനഃപൂർവ്വം കുടിച്ചതല്ല, അവൾ ആ കമല അമ്മ തന്ന ആ പാലെന്നും പറഞ്ഞ് അതിനകത്ത് വിഷം കലക്കി എനിക്ക് കൊണ്ട് തന്നു എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രാധാമണി തങ്കച്ചി, അയ്യോ അവൾ എൻ്റെ മോനെ കൊല്ലാൻ വേണ്ടി ജനിച്ചതാ എന്നൊക്കെ പറയും. ആ സമയത്ത് ഗംഗ ഇറങ്ങി വരും. അപ്പം ഗംഗ പറയും, നേരാ ദേവമാമേ, പ്രശ്നമായെന്ന് തോന്നുന്നതെന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്ത് മഹാദേവൻ പറയും പെട്ടെന്ന് വക്കീലിനോട്, എടോ ആംബുലൻസ് വിളിക്കടോ എങ്കിൽ എന്ന് പറയും. വിളിക്കാൻ നോക്കുമ്പോൾ ഫോണിന് റേഞ്ച് കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ ഗംഗ പറയും, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ഈ സമയത്തൊക്കെ നമ്മൾ ശേഖരൻ അവിടെ കിടന്ന് പൊളയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗൗരിയും ശങ്കറും കൂടെ അങ്ങ് ഇറങ്ങി വരും. ഗൗരിയെ കാണുന്ന പാടെ രാധാമണി തങ്കച്ചി പറയും, നീ ഒറ്റെടുത്തവളെ ഇതിനൊക്കെ കാരണം, ആ പ്രാന്തിനെ ഇവിടെ പിടിച്ച് നിർത്തിയതിൻ്റെ കണ്ടില്ലേ, എൻ്റെ മോന് അവൾ വിഷം കലക്കി കൊടുത്തു, എൻ്റെ കുഞ്ഞിനെ കൊല്ലും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഈ സമയത്തൊക്കെ മഹാദേവൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുള്ളൂ, ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് നമ്മുടെ ഗൗരി പറയുന്നുണ്ട്, കമലയെടുത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശേഖരൻ വക്കീലിനോട് പറയുന്നുണ്ട്, വക്കീലെ എത്രയും പെട്ടെന്ന് ആംബുലൻസ് വരാൻ പറ, ആ നിലവിളി ശബ്ദമൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ വരാൻ, ഒന്ന് പറ വക്കീലേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് ഗംഗയോട് പറയാണ്, എടി ഗംഗേ, നീ ഈ ശേഖരേട്ടൻ്റെ നെഞ്ചൊന്ന് തിരുമ്മി തടി അവസാനമായിട്ട്, എൻ്റെ അവസാന ആഗ്രഹമല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് ശേഖരനോട് ടെൻഷനോ ആദ്യം കയറി ആ കൗച്ചിലങ്ങനെ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണടച്ച് കിടക്കുമ്പോൾ നമ്മുടെ മണിമുത്തശ്ശി ഇങ്ങനെ നെഞ്ച് തിരുമ്മി കൊടുക്കുവേ. അപ്പോഴത്തേക്കും ശേഖരൻ ഗംഗയാന്ന് ഓർത്ത് പറയും, ഗംഗ ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിനക്ക് നീ വിഷമിച്ചിരിക്കരുത്, നിനക്കുണ്ടാകുന്ന കുഞ്ഞിന് എൻ്റെ പേരിടണം എന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മഹാദേവന് ചൊറിഞ്ഞു വരുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. അപ്പോഴത്തേക്കും ഗൗരി കമലയിടത്തിനെ വിളിക്കും കേട്ടോ. കമലയിടത്തി അങ്ങ് വരും. കമലയിടത്തി അങ്ങ് വരുമ്പോഴത്തേക്കും ശേഖരൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മണിമുത്തശ്ശി കേട്ടോ. അപ്പോഴത്തേക്കും ശേഖരൻ പറയും, നിങ്ങളായിരുന്നു ഒന്ന് മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. കമലയിടത്തി വരുമ്പോൾ കമലയിടത്തിയോട് ചോദിക്കും, കമലയിടത്തി സത്യം പറ, കമലയിടത്തി അങ്ങനെ ചെയ്തോ, കമലയിടത്തി അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാന്നൊക്കെ പറയുവാണേ. അപ്പോൾ നമ്മുടെ ശങ്കർഭായും പറയുന്നുണ്ട്, കമലയിടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അച്ഛനൊന്ന് അടങ്ങിയിരുന്നേ, ഒരു ലോജിക്ക് വേണ്ടേ, കമലയിടത്തി എവിടെ പോയി വിഷം മേടിക്കാനാന്നൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോൾ കമലയെ കണ്ട ദേഷ്യത്തിന് നമ്മുടെ രാധാമണി തങ്കച്ചി ചേർച്ചങ്ങ് വന്നിട്ട് പറയും, എടി പറയടി, നീ എൻ്റെ മോന് വിഷം കൊടുത്തോ, നിന്നോടല്ലേ ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും കമലയ്ക്ക് അതിലേറെ ദേഷ്യം വരുവാണ് കേട്ടോ. കമല പറയും, ഞാൻ കൊടുത്തു, നിങ്ങൾ എന്ത് ചെയ്യും കൊടുത്താലെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ മഹാദേവനും രാധാമണി തങ്കച്ചിയൊക്കെ പേടിച്ച് വരച്ച് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും മഹാദേവനങ്ങ് വന്നിട്ട്, ഞാൻ ഇത്രയും നാളൊന്നും മിണ്ടിയില്ല കേട്ടോ, അസുഖമാണെന്നൊക്കെ ഓർത്ത്, എന്നെ കൊണ്ട് നീ പറയിക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും മഹാദേവനോട് നമ്മുടെ പുള്ളിക്കാരി ഭയങ്കര പ്രാന്തമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ.
ആ സമയത്ത് നമ്മുടെ ഗൗരി പറയും, ഇല്ല ചേച്ചി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നറിയാം, എന്നാലും ഒന്ന് പറയാം, എല്ലാവർക്കും വിശ്വാസമാണ്, ചേച്ചിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം കമൽ പറയുവാണ്, ഇല്ല ഗൗരി ഞാൻ കൊടുത്തില്ല, ഞാൻ കൊടുത്തു എന്ന് കള്ളം പറഞ്ഞതാ എന്ന് പറയും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കമലയും കയറി പോകുന്നതിന് പറയും, ഇനി ഈ ശേഖരൻ ഈ ഗംഗയുടെ പുറകെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കൊടുക്കും എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഗംഗയ്ക്കും ആകെ എന്തോ പോലെ ആവും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശങ്കർഭായി ഗൗരിയുടെ കൈ പിടിച്ചിട്ട് പറയും, ഇത് നമ്മുടെ ഏട്ടൻ്റെ കോഴിത്തരത്തിന് കിട്ടിയതാണോ, എന്നാൽ ഒരു കുഴപ്പമില്ല, നീ ഇങ്ങ് വന്നേ ഗൗരി എന്നും പറഞ്ഞുകൊണ്ട് ഗൗരിയെ വിളിച്ചിട്ട് പോവാണ്. ഗംഗ നേരെ മഹാദേവൻ്റെ അടുത്ത് ചോദിക്കും, ദൈവമമ്മ ഈ ശേഖരേട്ടൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞ് പുച്ഛിച്ചങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആംബുലൻസ് വന്ന് നിൽക്കുവാണ്. അപ്പോൾ വക്കീൽ പറയാണ്ട് ആംബുലൻസ് വന്നു എന്ന് പറയും. അപ്പം നമ്മുടെ മഹാദേവൻ പറയും, എന്നാൽ താനത്തെ കയറി പൊക്കോ കേട്ടോ എന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നത്, എന്നാൽ മസനഗുഡി വഴി ഞാൻ ഊട്ടിയിലേക്കൊരു ട്രിപ്പ് ആക്കിയാലോ എന്ന് പറയുമ്പോൾ മഹാദേവൻ ആകെ കലി വരുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാധാമണി തങ്ങച്ചി ചോദിക്കുന്നുണ്ട്, അവൾ വിഷം കൊടുത്തിട്ടില്ലേ പിന്നെ നമ്മുടെ മോൻ എന്നാ ബോധം തെളിയാത്ത എന്ന് ചോദിക്കും. മഹാദേവൻ പറയും, ഞാനിപ്പോൾ അവൻ്റെ ബോധം തെളിയിക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ശങ്കരനെ 2 കുലുക്കി വിളിക്കുമ്പോഴത്തേക്ക് ശങ്കരൻ പേടിച്ച് കണ്ണു തുറന്ന് എഴുന്നേറ്റ് കയറി പോവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹാദേവൻ ഹാളിന് അടുക്ക് വന്നിട്ട് പറയും, എൻ്റെ ദൈവങ്ങളെ, നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു വിധിയാണല്ലോ തന്നത്, ഇതുപോലുള്ളതിനൊക്കെയാണല്ലോ എനിക്ക് തന്നതെന്ന് പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രൊഫസറിൻ്റെ വീടാണ്. പ്രൊഫസറിൻ്റെ വീട്ടിൽ നമ്മുടെ ആദർശം എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ആരതി അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും, ആരതിയല്ല വേണി ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയും, എന്താ പറ്റിയ നടത്തില്ല, അവന് ഭയങ്കര എന്തോ ആലോചനയാണെന്ന് പറയും. ചോദിക്കുമ്പോൾ ആദർശം പറയും, ഒന്നുമില്ല, ഞാൻ എന്തൊക്കെ ആലോചിച്ചിരുന്നു പോയതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വേണി പറയും, നമുക്കെന്നാ പുറത്തൊക്കെ ഒന്ന് പോയാലോ ആദർശേട്ടാ എന്ന് പറയുമ്പോഴത്തേക്കും ആദർശം അവസാനം സമ്മതിക്കുവാണ് കേട്ടോ. എന്നിട്ട് വീൽ ചെയറൊക്കെ ഒന്ന് എടുത്ത് വെക്കും വേണി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വേണി പറയണേ, വീൽ ചെയറോ അതെന്തൂട്ടിനാ, ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി വാക്കറിൻ്റെ സഹായത്തോടെ നടക്കാം, എന്താ ബോക്സിംഗ് ചാമ്പിന് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ചെറിയ പേടിയുണ്ട്, പക്ഷേ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി പറയേ ഇല്ല കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വേണി ഓടി അകത്തോട്ട് പോകണം കേട്ടോ വാക്കർ എടുക്കാൻ വേണ്ടി. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.